ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷന്റെ പ്രീവിയസ് ഇയറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൂട്ടുകാരുമായിട്ടെല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് മാറ്റ്കം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. അതുകൂടി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: In a certain code language, the word numerical is written as LMUIREACN. How will the word factorize be written? How will the word factorize be written? ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ന്യൂമറിക്കൽ എന്ന വാക്കിനെ LMUIREACN എന്ന് എഴുതിയാൽ ഫാക്ടറൈസ് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വേർഡും തന്നിരിക്കുന്ന കോഡും നേരെ എഴുതുക. തന്നിരിക്കുന്ന വേർഡ് എന്താണ്? ന്യൂമറിക്കൽ, NUMERICAL. ദിസ് ഇസ് ന്യൂമറിക്കൽ. തന്നിരിക്കുന്ന കോഡ് എന്താണ്? കോഡ് എന്ന് പറയുന്നത് LMUI. I is there, so please correct it. LMUIREACN. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ നോക്കിയാൽ UMMM. സോ ഇവ തമ്മിലൊരു കണക്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഇന്റർചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. കറക്റ്റ്. അതേ ഇന്റർചേഞ്ച് താഴെ ഉണ്ടോ എന്ന് നോക്കിയേ. ഉണ്ട്. CCA. കറക്റ്റ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 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 I. സോ ഇങ്ങനെ ഒരു ക്രോസ് ഇന്റർചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്രോസ് ഇന്റർചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ആറും ERഉം തുല്യമായിട്ടുണ്ട്. കറക്റ്റ്. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ NLLN. സോ ഈ ലെറ്റർ ആണ് ഇവിടെ വന്നിരിക്കുന്ന ലെറ്റർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ലെറ്റർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സി കറക്റ്റ്. അപ്പൊ ഇതേ പാറ്റേൺ നമ്മൾ ഫാക്ടറൈസിൽ ഫോളോ ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ വരും? FACTORISC. ദിസ് ഇസ് ഫാക്ടറൈസ്. ഒന്നാമത്തെ ലെറ്ററിനെ ക്രോസ് വേർഡ് ഏതാണ് വരേണ്ടത്? ലാസ്റ്റ് ലെറ്റർ. അപ്പം എഫിന് നേരെ ഇ വരിക. ഇവ രണ്ടും ഇന്റർചേഞ്ച് ആണ്. അപ്പൊ AC. അപ്പൊ ഇതെന്ത് വരും? CA. അപ്പൊ ഇക്ക് നേരെ എന്ത് വരും? ലാസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റിന് കറസ്പോണ്ടിങ് ആണ് ഫസ്റ്റ് ലെറ്റർ. അപ്പൊ ഇവിടുന്ന് ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് വരും. ഓക്കെ ഫൈൻ. ഇവിടെ ഐയും എസും എന്ത് സംഭവിക്കും? ഇവിടെ നോക്കിയാൽ എയും സിയും ഇന്റർചേഞ്ച് ആണ്. അപ്പൊ ഐയും എസും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എസ് വരും, എസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐ വരും. ഓക്കെ ദെൻ ഇവിടെ O എന്ന് പറയുന്ന ആറിന് കറസ്പോണ്ടിങ് ആണ്. അപ്പൊ ഓയും വിത്തൗട്ട് എനി ചേഞ്ച് വരും. ടിയും ആറും ഇന്റർചേഞ്ച് സംഭവിക്കും. സോ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ടി വരും, ഇവിടെ ആർ വരും. സോ സെയിം റിലേഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. കാരണം AACC TT RR IISS then EFFE. കറക്റ്റ്. അപ്പൊ ഈ സെയിം പാറ്റേൺ ഒരു പാറ്റേൺ വന്നിട്ടുണ്ടോ നോക്കിയാൽ മതി. സോ ECA ROTSIF. ECA ROTSIF. സോ ഓപ്ഷൻ 2 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഗെറ്റ് വെൻ ദ വേർഡ് ലേബർ ഈസ് റിട്ടൺ എഗനിസ്റ്റ് substituting each vowel with the third letter following it in the English alphabet and substituting each consonant with the immediate vowel following it? For example, ലേബർ എന്ന വാക്കിലെ സ്വരാക്ഷരങ്ങൾക്ക് പകരം ഇംഗ്ലീഷ് അക്ഷരമാലയിൽ അതിനെ പിന്തുടർന്ന് വരുന്ന മൂന്നാമത്തെ അക്ഷരം കൊണ്ടും വ്യഞ്ജനാക്ഷരങ്ങളെ അതിനെ പിന്തുടർന്ന് വരുന്ന സ്വരാക്ഷരം കൊണ്ടും മാറ്റി എഴുതിയാൽ കിട്ടുന്ന വാക്ക് ഏതാണ്? LABOUR. ഇതിനകത്തുള്ള വോവൽസ് ഏതൊക്കെയാണ്? A ഉണ്ട്, O ഉണ്ട്, U ഉണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു വൗവൽ ആണെങ്കിൽ വൗവലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് തേർഡ് ലെറ്റർ എഴുതണം. A കഴിയുമ്പോൾ തേർഡ് ലെറ്റർ ആണ് BCD. തേർഡ് ലെറ്റർ എന്ന് പറയുമ്പോൾ D. സോയ്ക്ക് കറസ്പോണ്ടിങ് D വരും. ഓയ്ക്ക് എന്ത് വരും? OPQR. തേർഡ് ലെറ്റർ ഇത് ഇംഗ്ലീഷ് ആൽഫബറ്റ്. U ആകുമ്പോൾ VWX. ഡൺ. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഈച്ച് കോൺസണന്റ് വിത്ത് ഇമ്മീഡിയറ്റ് വൗവൽ. അതായത് കോൺസണന്റ് ആണെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന വൗവൽ എഴുതണം. എല്ലിന് ശേഷം വരുന്ന വൗവൽ എന്ന് പറയുന്നത് O. ബിക്ക് ശേഷം വരുന്ന വൗവൽ എന്ന് പറയുന്നത് E. ആറിന് ശേഷം വരുന്ന വൗവൽ എന്ന് പറയുന്നത് U. എന്ത് വരും? ODERXU. ഏതാണ്? ODERXU. ഓപ്ഷൻ 4 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് ഇത് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ അല്പം പേഷ്യൻസോടുകൂടി കാണണം.
So in a coding system, HAFCBA means the white cat frightened the mouse. HAFCBA എന്ന് പറയുന്നത് white cat frightened the mouse ആണ്. FDHEA എന്ന് പറഞ്ഞാൽ the frightened mouse ran away ആണ്. GFBA means the mouse was white. CDA means the cat ran. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന പാറ്റേൺ എടുത്തെഴുതുക. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്ന HAFCBA എന്ന് പറയുന്നത് the white cat frightened the mouse. The white cat frightened the mouse. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളുടെ ഒരു പ്രത്യേകത, ഒരു വാക്കിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഒരു ലെറ്റർ ഉണ്ടാവും. ആ ലെറ്റർ സെയിം ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദ വൈറ്റ് ക്യാറ്റ് ഫ്രൈറ്റൻഡ് ദ ഹൗസ് എന്ന് പറയുമ്പോൾ ഫ്രൈറ്റൻഡ് ദ മൗസ് എന്ന് പറയുമ്പോൾ അതായത് ദി എന്ന് പറയുന്ന വേർഡ് 2 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ടുണ്ട്. കോഡിൽ 2 പ്രാവശ്യം റിപ്പീറ്റ് ആയിരിക്കുന്നത് എന്താണ്? എ ആണ്. അപ്പം എ കറസ്പോണ്ടിങ് ടു ദി. ഓക്കെ, എ കറസ്പോണ്ടിങ് ടു ദി. ഡൺ, ഫൈൻ. ഇനി രണ്ടാമത് നോക്കി, രണ്ടാമത് തന്നിരിക്കുന്ന സെന്റൻസ് എന്താണ്? ദ ഫ്രൈറ്റൻഡ് ദ മൗസ് റാൻ അവേ. ദ ഫ്രൈറ്റൻഡ് മൗസ് റാൻ അവേ. ഈ മലയാളം ക്വസ്റ്റ്യനകത്ത് തെറ്റുണ്ട്. രണ്ടാമത് ദേ ഇല്ല. ദ ഫ്രൈറ്റൻഡ് മൗസ് റാൻ അവേ. FDHEA. ദ ഫ്രൈറ്റൻഡ് മൗസ്. എപ്പോഴും ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനും മലയാളം ക്വസ്റ്റ്യനും ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ വന്നാൽ മലയാളം ക്വസ്റ്റ്യൻ അല്ല ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ നോക്കേണ്ടത്. ദ ഫ്രൈറ്റൻഡ് മൗസ് റാൻ അവേ. അപ്പൊ ഇവിടെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ദ ഫ്രൈറ്റൻഡ് മൗ റാൻ അവേ ആണ്. ദ ഫ്രൈറ്റൻഡ് മൗസ് ദ റാൻ അവേ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ഈ ദി ഇവിടെ ഇല്ല. ഓക്കെ, ഫൈൻ, ബി വെരി കെയർഫുൾ. അപ്പൊ നമുക്കറിയാം എ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു ദി ആണ്. എ കറസ്പോണ്ടിങ് ടു ദി ആണ്. ഈ 2 ലൈനെ തമ്മിൽ കമ്പയർ ചെയ്താൽ കോമൺ ആയിട്ട് എന്തുണ്ട്? കോമൺ ആയിട്ടുള്ളത് ഫ്രൈറ്റൻഡ് മൗസ് ആണ്. ഫ്രൈറ്റൻഡ് മൗസ്. അപ്പൊ ഇത് 2 തമ്മിൽ കോമൺ ആയിട്ടുള്ള ലെറ്റർ കോഡ് എന്താന്ന് നോക്കിയാൽ മതി. ഇവ 2 തമ്മിൽ കോമൺ ആയിട്ടുള്ള ലെറ്റർ കോഡ് എച്ച് ഉണ്ട്, എഫ് ഉണ്ട്. അപ്പം എച്ചും എഫും കൂടെ കൂടി ചേരുന്ന കറസ്പോണ്ടിങ് ടു വാട്ട്? ഫ്രൈറ്റൻഡ് മൗസ് ആണ്. സോ HF എന്ന് പറയുന്നത് ഫ്രൈറ്റൻഡ് മൗസ് ആണ്. HF എന്ന് പറയുന്നത് ഫ്രൈറ്റൻഡ് മൗസ് ആണ്. ക്ലിയർ? മൂന്നാമത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? മൂന്നാമത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് GFBA എന്ന് പറഞ്ഞാൽ ദ മൗസ് വാസ് റൈറ്റ്. ദ മൗസ് വാസ് വൈറ്റ്. ദ മൗസ് വാസ് വൈറ്റ്. ദി എന്ന് പറയുന്നത് നമുക്കറിയാം എ ആണെന്ന് കിട്ടി. ദ മൗസ് വാസ് വൈറ്റ്. ദി മൗസ് വാസ് വൈറ്റ്. ഓക്കെ, അതിന് വേറെ ഒന്നും ഇപ്പൊ ഡയറക്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഒരു കോഡ് കൂടെ നോക്കാം. CDA. ദ ക്യാറ്റ് റാൻ. ദ ക്യാറ്റ് റാൻ. നമുക്കറിയാം എ കറസ്പോണ്ടിങ് ടു ദി ആണെങ്കിൽ CD കറസ്പോണ്ടിങ് ടു ക്യാറ്റ് റാൻ. CD കറസ്പോണ്ടിങ് ടു ക്യാറ്റ് റാൻ ആണ്. CD കറസ്പോണ്ടിങ് ടു ക്യാറ്റ് റാൻ. ദെൻ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനെയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിനെ നോക്കിയാൽ ഇവിടെ കോമൺ ആയിട്ടുള്ള വാക്ക് ഏതാണ്? കോമൺ ആയിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് മൗസ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. വൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മൗസും ഉണ്ട്. സോ വൈറ്റ് മൗസ്. ഇവ രണ്ടും നമ്മുടെ കോമൺ ആയിട്ടുള്ള ലെറ്റർ ഏതാ ഉള്ളത്? കോമൺ ആയിട്ടുള്ള ലെറ്റർ എന്ന് പറയുന്നത് ജി ഇല്ല, അവിടെ എഫ് ഉണ്ട്, ബി ഉണ്ട്. അപ്പൊ FB എന്ന് പറയുന്നത് എന്താണ്? വൈറ്റ് മൗസ്. FB എന്ന് പറയുന്നത് വൈറ്റ് മൗസ്. ഓക്കെ, റൈറ്റ്. FB എന്ന് പറയുന്നത് വൈറ്റ് മൗസ് ആണ് എങ്കിൽ, FB എന്ന് പറയുന്നത് വൈറ്റ് മൗസ് ആണ് എങ്കിൽ ഈ പറയപ്പെടുന്ന HF ഈ സ്റ്റേറ്റ്മെന്റിനെയും കമ്പയർ ചെയ്ത് നമുക്ക് പറയാം. HF എന്ന് പറഞ്ഞാൽ ഫ്രൈറ്റൻഡ് മൗസ് ആണ്. FB എന്ന് പറഞ്ഞാൽ വൈറ്റ് മൗസ് ആണെങ്കിൽ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് എന്താണ്? മൗസ് അല്ലെങ്കിൽ എഫ് ആണ്. അപ്പൊ എഫ് കറസ്പോണ്ടിങ് ടു മൗസ്. എഫ് കറസ്പോണ്ടിങ് ടു മൗസ്. അപ്പൊ നമുക്ക് എഫ് കിട്ടി. എഫ് കറസ്പോണ്ടിങ് ടു മൗസ് ആണെന്ന് കിട്ടി. എഫ് കറസ്പോണ്ടിങ് ടു മൗസ്. എഫ് മൗസ് ആണെങ്കിൽ ബി കറസ്പോണ്ടിങ് ടു വൈറ്റ് ആയിരിക്കും. എഫ് മൗസ് ആണെങ്കിൽ ബി കറസ്പോണ്ടിങ് ടു വൈറ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ എഫ് മൗസ് ആണെങ്കിൽ എച്ച് കറസ്പോണ്ടിങ് ടു ഫ്രൈറ്റൻഡ് ആയിരിക്കും. എച്ച് കറസ്പോണ്ടിങ് ടു ഫ്രൈറ്റൻഡ് ആയിരിക്കും. അപ്പൊ എന്തിനൊക്കെ കോഡ് പോയി? ഫ്രൈറ്റൻഡ് പോയി. ഫ്രൈറ്റൻഡ് കറസ്പോണ്ടിങ് ടു എച്ച് ആണ്, ആ കോഡ് പോയി. ദെൻ വൈറ്റ് എന്ന് പറയുന്നത് ബി ആണ്, അപ്പൊ വൈറ്റ് പോയി. ദെൻ മൗസ് എന്ന് പറയുന്നത് എന്താണ്? മൗസ് എന്ന് പറയുന്നത് എഫ് ആണ്, അപ്പൊ എഫ് പോയി, എ പോയി. പിന്നെ മിച്ചോടെ വാക്കാണ് സി ആണ്. അപ്പൊ മിച്ചോടെ സി എന്ന് പറയുന്ന ക്യാറ്റ്. അപ്പോൾ സി കറസ്പോണ്ടിങ് ടു ക്യാറ്റ് ആണെന്ന് കിട്ടി. അപ്പൊ സിയും കംപ്ലീറ്റ് ചെയ്തു. സി കറസ്പോണ്ടിങ് ടു ക്യാറ്റ് ആണെന്ന് കിട്ടി. സി ക്യാറ്റ് ആണെങ്കിൽ ഡി കറസ്പോണ്ടിങ് ടു എന്തൊരു CD ക്യാറ്റ് റാൻ ആണെങ്കിൽ സി കറസ്പോണ്ടിങ് ടു ക്യാറ്റ് ആണെങ്കിൽ ഡി കറസ്പോണ്ടിങ് ടു റാൻ എന്ന് കിട്ടും. ഡി കറസ്പോണ്ടിങ് ടു റാൻ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഡി കറസ്പോണ്ടിങ് ടു റാൻ കിട്ടി. സോ
റാൻ കറസ്പോണ്ടിങ് ടു ഡി, അപ്പൊ അത് പോയി, എഫ് പോയി, എച്ച് പോയി, എ പോയി, ഫ്രൈറ്റൻഡ് പോയി, മൗസ് പോയി. ദെൻ എവേ കറസ്പോണ്ടിങ് ടു, മിച്ചോടെ എന്താണ് ഇ കറസ്പോണ്ടിങ് ടു എവേ. സോ നമുക്ക് എന്ത് കിട്ടി? ഇ കറസ്പോണ്ടിങ് ടു എവേ ആണെന്ന് കിട്ടി. ഡൺ. ഇവിടെ നോക്കിയേ, എന്തായിരുന്നു മൗസ്? മൗസ് കറസ്പോണ്ടിങ് ടു എഫ്. സോ ഇത് പോയി, എ കറസ്പോണ്ടിങ് ടു ഡി പോയി, വൈറ്റ് കറസ്പോണ്ടിങ് ടു ബി ആണ്. വൈറ്റ് കറസ്പോണ്ടിങ് ടു ബി, അത് പോയി. ദെൻ വാസ് കറസ്പോണ്ടിങ് ടു ജി. സോ ജി കറസ്പോണ്ടിങ് ടു വാസ്. മിച്ചമുള്ള ജി ആണ്, ജി കറസ്പോണ്ടിങ് ടു വാസ്. ഇനി അപ്പൊ നമുക്ക് എല്ലാ ലെറ്ററിന്റെ ഇത് ക്യാറ്റ് എന്താണ് വന്നത്? ക്യാറ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു, സി ആണെന്ന് കണ്ടുപിടിച്ചു. ഡി എന്ന് പറയുന്നത് റാൻ ആണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഇത് മൊത്തം എല്ലാ കോഡുകളും ഡീകോഡ് ചെയ്തു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരിക. ദ ക്യാറ്റ് വാസ് ഫ്രൈറ്റൻ. ക്യാറ്റിന്റെ കോഡ് എന്താ? ക്യാറ്റിന്റെ കോഡ് സി. ക്യാറ്റിന്റെ കോഡ് സി. ദി എന്ന് പറയുന്നത് എന്താണ്? എ. വാസിന്റെ കോഡ് എന്ന് പറയുന്നത് ജി. ദെൻ ഫ്രൈറ്റൻഡിന്റെ കോഡ് എന്താണ്? ഫ്രൈറ്റൻഡിന്റെ കോഡ് എച്ച്. ACGH. എവിടെയാ വന്നിരിക്കുന്നത്? ACGH ഉള്ളത്. ഇവിടെ ACF ഉണ്ട്, അപ്പൊ അതല്ല, ഒന്നാമത്തെ അല്ല കോഡെന്ന് മനസ്സിലായി. ഇവിടെ നോക്കി ACGH. കറക്റ്റ്. ഒരേ ഓർഡറിൽ തരണമെന്നല്ല, ജംഗിൾഡ് ആയിട്ടായിരിക്കും തരിക. അപ്പം ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി, ACGH. അപ്പൊ എന്താണ്? ദ ക്യാറ്റ് വാസ് ഫ്രൈറ്റന്റെ കോഡ് എന്ന് പറയുന്നത് ACGH ആണ്. ഓക്കെ, ഡൺ. അതിൽ തന്നെയുള്ള വേറെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ കോഡ് ഫോർ എവേ? എവയുടെ കോഡ് എന്തായിരുന്നു? എവയുടെ കോഡ് എന്ന് പറയുന്നത് ഇ. സോ എവയുടെ കോഡ് എന്ന് പറയുന്നത് ഇ. സോ ഓപ്ഷൻ നമ്പർ 1 ആണ് എന്റെ ആൻസർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന കോഡിനെ എഴുതുക, 2 ലൈനുകളെ തമ്മിൽ കമ്പയർ ചെയ്യുക, കോമൺ ആയിട്ടുള്ള വെടികളെ വെളിയിലേക്ക് എടുക്കുക. അങ്ങനെ വെളിയിലേക്ക് എടുത്ത് നമ്മൾ കോഡ് ഡീകോഡ് ചെയ്തെടുക്കണം. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ടോപ്പിക്കിന്റെ ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. Keep watching, keep learning. Thanks for watching. Bye.